സഹാബത്ത് പഠിപ്പിച്ചത്, അവിടുന്ന് താബീകൾ പഠിപ്പിച്ചത്, അവിടുന്ന് ശേഷം അയിമ്മത്ത് അർബഅത്ത് പഠിപ്പിച്ചത്, ആ പഠിപ്പിച്ച ദീനിവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അതിനിവിടെ നുള്ളിട്ട് കളയാൻ ആർക്കും കഴിയില്ല. ഈ സ്ഥാപനം മഴതൻ സ്ഥാപനം എത്ര പ്രയാസമുണ്ട്. നിങ്ങളെ കുപ്പായ വിട്ട് കോട്ട് വിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സന്ധി കണ്ടാല് എല്ലാം എളുപ്പമാണ് എന്ന് ആളുകൾക്ക് തോന്നിപ്പോകും. അല്ല, വളരെയധികം പ്രയാസമുണ്ട്. വളരെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ജനങ്ങളെ നിങ്ങളെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടി, നിങ്ങളെ രാജ്യത്തുള്ള ജനങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഈ സ്ഥാപനമുണ്ടാക്കുന്നത്. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവിടെ ഹൈക്കമിയ എന്ന സ്ഥാപനം മഞ്ചേരിയിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെയും ഇതുപോലുള്ളവരുടെയും മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് സ്ഥാപിച്ച് നടത്തുന്നത്. മർക്കസ് സഖാഫത്തി സുന്നിയ. ഓ സുബ്ഹാനല്ലാഹ്, 25,000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിൽ ഇനിയും പോരായ്മയുണ്ട്, ഇനിയും ഒരുപാട് ചെയ്യേണ്ടതുണ്ട് എന്ന ഉദ്ദേശത്തിൽ ഞങ്ങൾ 100-ലധികം ഏക്കർ സ്ഥലം വാങ്ങി അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു. ഒരു മുസ്ലിം സംഘടനക്ക് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു ലോ കോളേജ് പാസ്സായത്. അഡ്വക്കറ്റുമാരെ ഉണ്ടാക്കുന്ന കോളേജ്. അത് വലിയ അഡ്വക്കറ്റുകാരുണ്ടാവും, നിങ്ങൾ സംശയിക്കണ്ട. ഇതെല്ലാം കൂടി ഇങ്ങോട്ട് കണ്ട് ചൂടെടുത്തപ്പോ ഒരു കൂട്ടര് പോയിട്ട് കോടതിയെ സമീപിച്ചു. അങ്ങനെ ഒരു ലോ കോളേജ് നടത്താൻ സമ്മതിക്കൂല. എന്തായാലും അവർ പറഞ്ഞ കാരണം, ഈ ലോ കോളേജിനും മറ്റും ഉള്ള സ്ഥാപനം, നോളേജ് സിറ്റിയുടെ സ്ഥാപനം ആനയും കരടിയും എല്ലാം ഇറങ്ങി വന്ന് വന്യമൃഗങ്ങൾ താമസിക്കുന്ന സ്ഥലത്താണ്. അതിന് വലിയ ഉപദ്രവമാണ്. വലിയ വലിയ മരങ്ങളുണ്ട് അവിടെ, അതൊക്കെ വെട്ടിമുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ചെന്നൈയിൽ കിടക്കുന്ന ഒരു കോർട്ട് ചെന്നിട്ട് പറഞ്ഞപ്പോ, നല്ല മനുഷ്യന്മാര് പറഞ്ഞപ്പോ, കാഴ്ചയിലതല്ലേ ആളുകൾ പറഞ്ഞപ്പോ ഇത് ശരിയായിരിക്കും എന്ന് വിചാരിച്ച് എന്നാ പിന്നെ അന്വേഷിച്ചിട്ട് നമുക്ക് പറയാന്ന് പറഞ്ഞിട്ട് കോടതി സ്റ്റേ തന്നു. അന്വേഷിച്ച് നോക്കുമ്പോഴോ നോളേജ് സിറ്റി എവിടെയാ? പുതുപ്പാടി കൈതപ്പൊയിൽ. അവിടെ മുഴുവനും കൈതച്ചക്ക ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഒരൊറ്റ മരവും അവിടല്ല. ഒരു കരടിയുമില്ല, ഒരു പുലിയുമില്ല, ഒരു സാധനവുമില്ല. ശൈത്താനൊന്നും അതിലെ പോയത് മാത്രം, വേറെ യാതൊരു കേടും അവിടല്ല. ഇത് കോടതിക്ക് മനസ്സിലായപ്പോ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പണിയെടുത്തോളി. സുബ്ഹാനല്ലാഹ്, ഇപ്പോഴും അവിടെ പണി നടക്കുന്നുണ്ട്, നന്നായിട്ട് പണി നടക്കുന്നുണ്ട്. അത് നടക്കുന്നത് കണ്ടപ്പോ ഈ കഴിഞ്ഞ 2-ാം തീയതി വീണ്ടും വേറെ ഒരു കോടതിയിൽ, ഇപ്പൊ നമ്മളെ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന കോടതിയല്ല, വേറെ ഒരു കോടതിയിൽ മെല്ലെ കൊണ്ടുവച്ചൊരു സ്റ്റേ. അവിടെ വർക്ക് നടക്കുന്നുണ്ട്, അവിടെ വന്യമൃഗങ്ങളൊക്കെ ഓടിപ്പോയി തുടങ്ങിയിരിക്കുന്നു, അങ്ങനെ അവിടെ വെള്ളം വറ്റിത്തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ എഴുതി ഉണ്ടാക്കിയിട്ട് ഒരു സ്റ്റേ മെല്ലെ വാങ്ങിയെടുക്കാൻ വേണ്ടി പോയി. പക്ഷേ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്ത് കൊണ്ട് രാത്രി സമയത്ത് ഞങ്ങൾക്കത് വിവരം കിട്ടി, നാളെ ഇവർ വീണ്ടും സ്റ്റേക്ക് പോകുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു, അഡ്വക്കറ്റിനെ അയച്ചു.
രാവിലെ ചെന്ന് സംഗതികൾ മനസ്സിലാക്കി കൊടുത്തപ്പോ കോടതി പറഞ്ഞു അടുക്കാൻ പാടില്ല, ഈ സ്റ്റേയുമായിട്ട് കൊണ്ട് വരണ്ട, അവര് പണിയെടുക്കട്ടെ എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമുക്ക് ശക്തി തന്നു. ഞാനിവിടെ പറയുന്നത് എന്തിനാണ് ഈ സ്റ്റേക്ക് പോകുന്നത്? ഇതിവിടെ സമുദായത്തിന്, നാടിന്, ലോകത്തിന് നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുടക്കാൻ, വേറെ ഒന്നുമല്ല. ഇതെത്രമാത്രം ശത്രുക്കളാണ്, അല്ലാഹുവിന്റെ ദീനിന്റെ ശത്രുക്കളാണ് എന്ന് നിങ്ങൾ ആലോചിക്കൂ. ഞങ്ങൾക്കതുകൊണ്ട് നഷ്ടമുണ്ടായി, ഒരുപാട് കാശ് ചെലവായി, ശരിയാണ്. വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വന്നു, എത്രയോ അധികം രാത്രികൾ ഉറക്കൊഴിക്കേണ്ടി വന്നു. അതെല്ലാം വന്നുവെങ്കിലും അവസാനം വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് അവസാനത്തെ ഗുണമുണ്ടാകുമെന്ന് ഖുർആൻ പഠിപ്പിച്ചതനുസരിച്ച് അല്ലാഹു നമുക്ക് ഗുണം തന്നു. നമ്മൾ വീണ്ടും ആരംഭിച്ചു പണി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നത് പരിശുദ്ധ ഖുർആൻ, ഇന്നാ നഹ്നു നസ്സൽനാ الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ, ഖുർആൻ നമ്മളാണ് ഇറക്കിയത്, അതിനെ നമ്മൾ കാത്തുരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ലഫ്ളും അതിന്റെ ഹർഫും അതിന്റെ അക്ഷരങ്ങളും അത് മാത്രം ഇവിടെ നിലനിൽക്കുമെന്നല്ല, ആ ഖുർആൻ പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിന്റെ ദീന്, സുന്നത്ത് ജമാഅത്തിന്റെ ആശയം, അതും ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. ആ നിലനിൽക്കുന്നതിന്റെ അടയാളമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിജയം തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെയോ എതിർപ്പുകൾ ഇങ്ങനെ ഉണ്ടാകും. ഒരു വിഭാഗം ആളുകളെ അല്ലാഹു തആല അതിനായി പടച്ചതാണ്. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ, അല്ലാഹു തആല ഖുർആനിൽ പഠിപ്പിക്കുന്നു, എല്ലാ നബിമാർക്കും ശത്രുക്കളുണ്ട്. എന്താണ് ശത്രുക്കൾ? ശയാത്തീനൽ ഇൻസി, ആദ്യം പറഞ്ഞ അതാ മനുഷ്യ ശൈത്താന്മാര്, വൽ ജിന്നി, ജിന്നിൽപ്പെട്ട ശൈത്താന്മാരും. രണ്ട് ശൈത്താന്മാരെയും അമ്പിയാക്കൾക്ക് ശത്രുക്കളായി ഇവിടെ ഉണ്ടാക്കിക്കൊടുത്തിട്ടുണ്ട് എന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചതാണ്. പക്ഷേ ഈ ആയത്തിന്റെ അവസാനം അല്ലാഹു പഠിപ്പിക്കുന്നത് വദറുഹും വമാ യഫ്തറൂൻ, അവര് കള്ളത്തരം പറഞ്ഞ് കച്ചുകെട്ടി ഉണ്ടാക്കി ഇവിടെ നടക്കുന്നുവെങ്കിൽ അവരെങ്ങനെ നടക്കട്ടെ, നിങ്ങൾ നിങ്ങളെ പണിയെടുത്ത് മുന്നോട്ട് നീങ്ങണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഞാൻ പറഞ്ഞത് ഈ മജ്ലിസ് ലൈലത്തുൽ ഖദ്ർ ആവാൻ സാധ്യതയുള്ള 27ാമത്തെ രാവ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് ദിക്ർ ദുആ ചൊല്ലി അല്ലാഹുവിനോട് ദുആ ചെയ്യാനാണ്. എന്നാൽ ഈ ദുആയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ദുആ നമ്മുടെ ഈമാനിന്റെ സംരക്ഷണമാകണം.